ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കൊച്ചു അവരുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എനിക്കറിയാം, ഞാൻ ഉലുവ വെച്ചിട്ടുള്ള ഒരു പാക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നല്ല റിസൾട്ട് ആയിരുന്നു എന്ന്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഈ ഉലുവ വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ഭയങ്കര എഫക്റ്റീവാണെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഈ ഒരു പാക്ക് ട്രൈ ചെയ്തതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫേസ് ഭയങ്കര ഫ്രഷ് ആയ പോലെ തോന്നും. ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം സ്കിന്നിൽ ഗ്ലോ കണ്ടോ? ഫേസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സ്കിന്നിൽ ആ ഒരു ഗ്ലോ കണ്ടോ നിങ്ങൾ? ഭയങ്കര ഗ്ലോ ആണ്, ഭയങ്കര കൂളിംഗ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഏത് സ്കിൻ ടൈപ്പിനും പറ്റും കേട്ടോ. രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ടാണ്, മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആരെയും യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉലുവയാണ് കേട്ടോ വേണ്ടത്. ഉലുവ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. പാലിലൊന്നും ചേർക്കേണ്ട, വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് അതൊന്ന് കുതിർന്ന് കിട്ടുമ്പോൾ വേണമെങ്കിൽ തലേ ദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് അലോവേര ജെല്ല്, ഞാൻ അലോവേര ജെല്ല് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു അലോവേര ജെല്ല് ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാം. വേണമെന്നുള്ളവർ ഞാൻ ലിങ്ക് കൊടുക്കാം, വേണമെന്നുള്ളവർ പർച്ചേസ് ചെയ്യും. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് കാലം ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ, കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു ബ്രാൻഡാണ്. സോ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഈ ഒരു ഉലുവയിലേക്ക്, ഈ വെള്ളത്തിലേക്ക് നമുക്ക് അലോവേര ജെല്ല് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ അലോവേര ജെല്ല് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ തിക്കായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ടത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്തതിന് വന്നതിന് ശേഷം ഈ ഒരു പാക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക. നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് പിടിക്കാത്ത പോലെയൊക്കെ തോന്നിട്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. തിക്കായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നന്നായിട്ട് ഈ പാക്ക് ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉലുവ അതിന് ബെസ്റ്റാണ് ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട്. അലോവേര അറിയാമല്ലോ, നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും നല്ലൊരു ക്ലെൻസറും കൂടിയാണ് ഈ ഒരു അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും ഗ്ലോ കൊണ്ടുവരാനും ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രണ്ട് ഇൻഗ്രീഡിയൻസിയാണ് ഈ ഉലുവയും അതുപോലെ തന്നെ അലോവേര ജെല്ല്. അലോവേര നിങ്ങൾക്ക് നോർമലായിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള പാക്കും ഇതുപോലെ അടിപൊളിയാണ്. ഈ ഒരു പാക്ക് അടിപൊളിയാണ്. ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൂളിംഗ് ആയിട്ട് തോന്നും കേട്ടോ. കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണല്ലോ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഫേസിലോ അല്ലെങ്കിൽ കാലിലോ കയ്യിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതൊരു ഒരു ഡ്രോബാക്സ് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കഴുകി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിയാമല്ലോ, ഉലുവ എന്ന് പറയുന്നത് കഴുകിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വല്ലവിടേക്ക് പോകുമ്പോൾ ഇട്ടാലും കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ. അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസിൽ നിന്ന് ജസ്റ്റ് വെള്ളം വെച്ചിട്ടൊന്ന്, ആദ്യം നിങ്ങൾ കഴുകുമ്പോൾ വെള്ളം വെച്ചിട്ടൊന്ന് മുഖമൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം കഴുകുക കേട്ടോ, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. ഫേസിൽ നിന്ന് ആ വെള്ളം വെച്ച് തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫേസിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു പാക്ക് ഇട്ടിട്ടൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോഴും ആ ഫ്രഷ്നെസ്സും അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഗ്ലോ ഒക്കെ ഇപ്പോഴും ഫേസിലുണ്ട് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കിടിലൻ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറേ അധികം വീഡിയോസ് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.